നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ ഇൻസ്റ്റാമാർട്ട്, ബ്ലിങ്കിറ്റ് എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ മേടിക്കണമെങ്കിൽ 1 കിലോ ചിക്കൻ്റെ വില കൊടുത്ത് വേണം നമ്മൾ മേടിക്കാൻ. നമ്മളിൽ ചിലർക്കെങ്കിലും എന്നും ചിക്കൻ ബ്രസ്റ്റ് മേടിക്കാൻ പറ്റത്തില്ല. ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ അത്യാവശ്യം വിലയുണ്ട്. എൻ്റെ കോമ്പറ്റീഷൻ്റെ സമയത്ത് ചിക്കൻ്റെ എല്ലിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ടല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കുറച്ച് നാളത്തേക്കെങ്കിലും ബ്രസ്റ്റ് പീസ് മേടിച്ചുകൊണ്ടിരുന്നത്. ഡയറ്റിൻ്റെ സമയത്ത് അല്ലാത്ത സമയങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത റീലും യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ തപ്പിയ വീഡിയോസും ഈ ചിക്കൻ ഡീബോൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. നമ്മൾ ഗൂഗിളിൽ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ആഡോ അല്ലെങ്കിൽ റീലോ ആയിട്ട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ ഇത് എൻ്റെ ഫീഡിൽ വന്നു. ഈ റീല് ഞാൻ കോപ്പി അടിച്ചേ കേട്ടോ. പുള്ളിയുടെ പേര് പറയാനാണെങ്കിൽ എനിക്ക് അറിയത്തില്ല. പുള്ളിയുടെ പേര് അറബിയിൽ എന്തോ ആയിരുന്നു എഴുതി വെച്ചത്. എന്താണേലും ഒരു അവധി ദിവസം ശനിയോ ഞായറോ നമുക്ക് ഒരു ചിക്കൻ മേടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ തവണ റെഡി ആയില്ലെങ്കിലും കുറച്ചെങ്കിലും കാശ് നമുക്ക് ഇതിൽ നിന്ന് ലാഭിക്കാൻ പറ്റും. കുക്ക് ചെയ്ത് കഴിഞ്ഞ് എല്ല് മാറ്റാനോ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് എല്ല് അളക്കാനോ ഇനി നിൽക്കണ്ട. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മീറ്റ് മാത്രമായിട്ട് കിട്ടും. ഈ വീഡിയോ കണ്ട് കുറച്ച് പേർക്കെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്നോർത്തുകൊണ്ടാണ് ഒന്നും കൂടെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ ഒരു പോയിന്റിലെത്തുമ്പം നമ്മൾ കുറച്ച് തീരുമാനവും കാര്യങ്ങളൊക്കെ എടുക്കണം. നിങ്ങളിപ്പോൾ കോമ്പറ്റീഷൻ ഇറങ്ങുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നല്ലപോലെ വണ്ണം കുറച്ച് നല്ലൊരു ഫിസിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഡയറ്റ് നോക്കുമ്പോൾ ഈ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ചിക്കൻ്റെ റോ വെയിറ്റ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നും ബ്രസ്റ്റ് മേടിച്ച് നല്ല പൈസ കളയാൻ പറ്റത്തില്ലാത്തവരാണെങ്കിലും ചിക്കനൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ എല്ലെടുത്ത് മാറ്റിയിട്ട് കഴിച്ചാൽ പോരെയെന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും. ഞാൻ പണ്ട് പറഞ്ഞ പോലെ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ചിക്കനിൽ വെള്ളം എല്ലാം ഉണ്ടാവും. അത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വെള്ളത്തിന്റെ അളവൊക്കെ പോയി കഴിഞ്ഞ് അത് ചെറുതാവുകയും ചെയ്യും. പക്ഷേ കാലറീസും പ്രോട്ടീനിലും വലിയ മാറ്റങ്ങളൊന്നും വരത്തുമില്ല. അതുകൊണ്ടാണ് ചിക്കൻ റോ വെയിറ്റിൽ മെഷർ ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ഓട്സ് ഒക്കെ വെച്ച് കുറെ നാളായാലും ഒരു ഹെൽത്തി ബ്രൗണി ഉണ്ടാക്കിയിട്ട് എന്നാൽ ഇന്നൊരു ബ്രൗണി ഉണ്ടാക്കാമെന്ന് ഓർത്തുണ്ട് നമ്മുടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഒരു ബ്രൗണി ഉണ്ടാക്കി. അടുത്ത ദിവസം ഈ ഹെൽത്തി ഹൈ പ്രോട്ടീൻ ബ്രൗണി റെസിപ്പി ആയിട്ട് ഞാൻ വരാം. ഇന്ന് വലിയ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. രാവിലെ കാടിയും മീലെല്ലാം പ്രിപ്പയർ ചെയ്ത് ഓഫീസിൽ പോയി. ഇന്ന് ഓഫീസിൽ അത്ര നല്ല ദിവസമൊന്നും അല്ലായിരുന്നു. സ്ഥിരം ജോലി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡെല്ലാം കഴിച്ചിട്ട് ജിമ്മിൽ പോയി. ഇന്ന് ഡേ 18 ഓഫ് മൈ ഫസ്റ്റ് മിനി കട്ട് സീരീസ്. ഹാംസ്ട്രിങ്സ് ഫോക്കസ് ചെയ്തുള്ള ലെഗ് വർക്കൗട്ട് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്നോട്ട് നിർബന്ധമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എൻ്റെ പേര് ഓർമ്മ വെച്ചുള്ളൂ, അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തോളൂ. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. സെറ്റ് സാറപ്സ് ക്യാപ്ഷൻസിലുണ്ട്. വീൽ സി ഓൺ നെക്സ്റ്റ്. ബൈ.